आदाब। मैं आज आप लोगों के सामने अहमद फराज की मशहूर नज़्म सरहदें का तारुफ करवाना चाहता हूँ। इससे पहले मैं आप लोगों के सामने जो अहमद फराज की का तारुफ करवाना चाहता हूँ। अहमद फराज का शुमार उर्दू के मायनाज़ जदीद रोमानी शायरों में होता है। അഹമ്മദ് ഫറാസ് का शुमार ഉറുദുവിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള മുൻനിരയിലുള്ള അറിയപ്പെട്ട ഒരു റൊമാൻറ്റിക് പോയറ്റ് എന്നുള്ള രൂപത്തിലാണ്. സയ്യിദ് അഹമ്മദ് ഷാ उनका नाम है और फराज तखल्लुस, जो 12 जनवरी 1931 को नौशहरा में पैदा हुई है. नौशहര എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. इब्तिदाई तालीम कोहाट से हासिल की. पेशावर के मशहूर एडवर्ड कॉलेज से बीए की तालीम. अवले पेशावर की यूनिवर्सिटी से उर्दू और फारसी में एमए किया. उन्होंने अपनी ज़िंदगी में कई मुलाजिमतें की. വ്യത്യസ്ത രൂപത്തിലുള്ള മുലാസിമത്തെയും നൗകരി उन्होंने की है. पहले रेडियो पाकिस्तान पेशावर से वाबस्ता हुई. അതുപോലെ പാകിസ്ഥാൻ റേഡിയോ അതിൻ്റെ പെഷാവർ യൂണിറ്റിൽ നിന്നും അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു. फिर वहीं के इस्लामिया कॉलेज में लेक्चरर हुए. बाद में कई बड़े ओहदों पर फाइज रहे, लेकिन एक आज़ाद ख्याल शायर को इन ओहदों में कोई दिलचस्पी नहीं थी. लेकिन अहमद फराज इनकेങ്കിലും अहमद फराज एक शायर थे. उनको शेर व शायरी से ज़्यादा लगाव थी और इसी वजह से उनको इस पर वो काम करने लगे. वो इन बड़े बड़े ओहदों से कोई बिल्कुल मुतमईन नहीं थे. उन्होंने शेर व शायरी को अपना मैदान बनाया. അദ്ദേഹത്തിൻ്റെ മേഖലയായിട്ട് ഷെർ व शायरी को इंतखाब किया, തിരഞ്ഞെടുത്തു. अहमद फराज को बचपन ही से शायरी का शौक था. അദ്ദേഹത്തിന് बचपन से ही शायरी से शौक था, लगाव थी. वो अपने मुल्क के सियासी हालात से बेचैन थे. അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ, രാഷ്ട്രീയ സാഹചര്യം അതിലെ വ്യാകുലനായിരുന്നു, അസ്വസ്ഥനായിരുന്നു. ഇഹ്തിജാജ് ഉनकी फितरत में शामिल था. വിപ്ലവം, പ്രതിഷേധം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വിപ്ലവസ്വരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ അരിഞ്ചേർന്നായിരുന്നു. वो दबे कुचले मजलूमों और बेकसों की आवाज़ बनकर सामने आए. അദ്ദേഹം എന്നും ദബേ കുച്ചലെ, അടിച്ചമർത്തപ്പെട്ട മസ്ലൂമോ, അധസ്ഥിതരുടെയും ബേക്കസും നിരാശ്രയരുടെയും ഒക്കെ സ്വരമായി അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു, മുന്നിൽ നിന്നു. बानो के नाम उनकी एक ऐसी नज़्म है जिसमें एक मजलूम और बेबस औरत के दुख दर्द को क़ारीन के सामने पेश किया है. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു നസ്മാണ് ബാനു കെ നാം. ഇതിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ആക്രമിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഏക് മസ്ലൂം ഓർ ബേബസ്, നിരാശ്രയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ദുഃഖ കഥകളെയാണ് വായനക്കാരുടെ മുമ്പിലേക്ക്, ശ്രോതാക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. उन्होंने एहतिजाजी, इनकलाबी, रोमानी, अलामती तमाम किस्म की शायरी की है. അദ്ദേഹം എല്ലാ രൂപത്തിലുള്ള അതിൽ എഹ്തിജാജുണ്ട്, ഇൻഖിലാബി, വിപ്ലവാത്മകമായിട്ടുള്ള പ്രതിഷേധ തീർക്കുന്ന, റൊമാൻറ്റിക് ആയിട്ടുള്ള, അലാമത്തി, സിംബോളിക്കലായിട്ടുള്ള ഹർ കിസ്म की शायरी की है, എല്ലാം എഴുതിയിട്ടുണ്ട്. उनके कलाम की तलखियों और सच्चाई से तंग होकर हुकूमत वक्त ने उन्हें जिलावतन किया. അദ്ദേഹത്തിൻ്റെ കവിതകൾ അത്രയും സർക്കാരിന്, അന്നത്തെ ഗവൺമെൻറ്റുകൾക്ക് അതിയേറെ എന്ന് വെച്ചാൽ കൈപ്പേറിയതായിരുന്നു, സത്യങ്ങളായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നത്. ഈസ് തങ്ക് അതിനാക്കി ബുദ്ധിമുട്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഇദ്ദേഹത്തോട് വെറുതെയില്ലാതെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, ജിലാവത്തൻ കർദിയ, അദ്ദേഹത്തിനെ നാട് കടത്തി. उनकी शायरी के तराजिम फ्रांसीसी, रूसी, पंजाबी, अंग्रेजी, हिंदी जैसी मुख्तलिफ ज़बानों में हुए हैं. അദ്ദേഹത്തിൻ്റെ കവിതകൾ വ്യത്യസ്ത ഭാഷകളിലായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. अहमद फराज हिंद व पाक के दोस्ताना ताल्लुकात को फ़रोग़ देने के बहुत आर्ज़ुमंद थे. അദ്ദേഹം എന്നും
ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും हिंद व पाक हिंदुस्तान और पाकिस्तान के दोस्ताना ताल्लुकात दोस्ती मोहब्बत उसको फ़रोग़ देने की वो बहुत कोशिश की और उसके ख्वाहिशमंद थे അദ്ദേഹം നല്ല താല്പര്യക്കാരനായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ബന്ധങ്ങൾ अपनी वफात से कबल वो कई मरतबा हिंदुस्तान आए അദ്ദേഹം പലതവണ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് हिंदुस्तानी मीडिया ने उन्हें अमन का सफ़ीर के खिताब से नवाजा है അദ്ദേഹത്തിന് അമൻ ശാന്തിയുടെ ദൂതൻ എന്ന ഒരു സ്ഥാനപ്പേരൊക്കെ നൽകിയിട്ട് എന്ന ഒരു ഖിതാബ് നൽകിയിട്ട് അദ്ദേഹത്തെ ആദരിച്ചു 2004 में जब अहमद फराज हैदराबाद आए तो वहाँ के मुशायरे में लोगों की ज़बरदस्त मांग पर अपनी तवील और मशहूर नज़्म सुना है लोग उसे आंख भर के देखते हैं पढ़ी അദ്ദേഹം 2004 ഹൈദരാബാദിലെ ഒരു പ്രശസ്തമായ ഒരു മുഷായറയിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഗസലായിട്ടുള്ള സുനാഹെ ലോഗ് ഉസെ ആങ്ക് ഭർ കെ ദേഖ്തേ ഹൈ എന്നുള്ളത് അവതരിപ്പിക്കുകയുണ്ടായി 21वीं सदी के हिंद और पाक के सियासी तनाजुर में 21ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ अहमद फराज ने कई नज़्में कही है അദ്ദേഹത്തിന് വിവിധ കവിതകൾ അതിലുണ്ട് അതിനെക്കുറിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് उनकी शायरी दरअसल लोगों के टूटे हुए दिलों को मिलाने का काम करती है उनकी शायरी അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുറിവേറ്റ മനസ്സുകൾക്കൊരു ഒരു പ്രതിവിധിയായിട്ടാണ് ഒരു അതിനെയൊക്കെ മുറിവ് കൂട്ടുന്ന രൂപത്തിലുള്ളത് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു മർഹം ലഗാനെ വാലി थी उनकी नज़्म सरहदें उसकी उम्दा मिसाल है അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ സർഹദേം उनकी वफात 25 अगस्त 2008 ईस्वी को ഇസ്ലാമാബാദ് में हुई അദ്ദേഹത്തിന്റെ വഫാത്ത് മരണം ഇസ്ലാമാബാദിലായിരുന്നു 2008 अहमद फराज के कुल 13 शेरी मजमूए मंजर आम पर आ चुके हैं അദ്ദേഹത്തിന്റെ 13 മജ്മുഅകളാണ് ഷേരി മജ്മുഅകളാണ് കവിതാ സമാഹാരങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് कुलियात अहमद फराज के नाम से उनके कलाम को 2005 में शाये किया गया अहमद फराज की नज़्मों में ए मेरे सारे लोगों मत कत्ल करो आवाज़ों को हर्फ की शहादत कलम सुर्ख रो है सरहदें काली दीवार मैं जिंदा हूँ बनवास दुश्मन का कसीदा नींद वगैरह बड़ी शोहरत हासिल की है ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ് നൂർ ജഹാൻ അമാനത്ത് അലി ഖാൻ ഫരീദ ഖാനം മെഹദി ഹസൻ ഗുലാം അലി ജഗजीत सिंह पंकज दास അതുപോലെ तलत अजीज राहत फ़तह अली ख़ान जैसे गुलकारों ने फराज की शायरी को अपनी आवाज़ दी है यानी इन लोगों ने ये जो मशहूर गुलकार है इन लोगों ने इनकी जो फराज की शायरी को आवाज़ दी है ഇവരൊക്കെ ശബ്ദം നൽകിയിട്ടുണ്ട് उनकी मशहूर गज़ल रंजिश ही सही का शुमार उर्दू की बेहतरीन गज़लों में होता है അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഗസൽ രഞ്ജിഷ് ഹി സഹി എന്നുള്ളത് ഉറുദുവിലെ ഏറ്റവും നല്ല ഗസലുകളിൽപ്പെട്ട ഒന്നാണ് ഇനി നമുക്ക് നോക്കാം അഹമ്മദ് ഫറാസ് മഷഹൂർ നസ്മ് സർഹദേൻ ഇതിൽ സർഹദ് എന്ന് പറഞ്ഞാൽ ബോർഡർ എന്നാണ് സർഹദേൻ ബോർഡറുകൾ അതിർത്തികൾ രാജ്യ അതിർത്തികൾ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ ജില്ലകളുടെ അതിർത്തികൾ പഞ്ചായത്തിൻ്റെ അതിർത്തികൾ മനസ്സിലുള്ള പല രൂപത്തിലുള്ള അതിർത്തികൾ അതിർവരമ്പുകൾ ഇതൊക്കെ ജനങ്ങൾ നിർണയിച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് സത്യത്തിൽ ഇദ്ദേഹം ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് ആ രൂപത്തിലേക്ക് ജനങ്ങൾ ഉയരണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് അദ്ദേഹം ഈ ഒരു നസ്മ എഴുതിയിട്ടുള്ളത് ഇതിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് किससे डरते हो कि सब लोग तुम्हारी ही तरह वो पेश कर रहे हैं यहाँ पे किससे डरते हैं तुम किससे डरते हो या आप किससे डरते हैं कि सब लोग तुम्हारी ही तरह यानी इस दुनिया में जो भी लोग हैं वो हर कोई तुम्हारी ही तरह है फिर तुम किससे डरते हो എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും
ഒരുപോലെയാണ്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. നിങ്ങൾ എന്തിനാണ് പിന്നീട് ആരോടാണ് നിങ്ങൾ പേടിക്കുന്നത്? ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്? ഏക് സഹേ വഹി ആംഖേൻ വഹി ചഹരെ വഹി ദിൽ ഹർ കൊയ് ആദം और ഹവ്വ के औलाद है एक से है. എല്ലാവരും ഒന്നിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ആദിമ മനുഷ്യൻ അതാരായിരുന്നു? ആദം നബി, അവരുടെ ഹവ്വ ബീബി. അപ്പൊ ഇവരെല്ലാം ഈ ഒരു ഒന്നിൽ നിന്നുമാണ് നമ്മളെ എല്ലാവരെയും, ഈ ലോകത്തുള്ള എല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഹി ആംഖേം, ഒരേ കണ്ണുകളാണ് എല്ലാവർക്കുള്ളത്. വഹി ചഹരെ, ഒരേ മുഖം. വഹി ദിൽ, ഇങ്ങനെയൊക്കെ ആയിട്ടും കിസ് പെ ശക്ക് കർത്തേ ഹോ, എന്തിനാണ് നിങ്ങളിതൊക്കെ സംശയിക്കുന്നത്? ജിത്നെ ബി മുസാഫിർ ഹേ യഹാ, നമ്മൾ ഇവിടെയുള്ള ഈ ലോകത്തുള്ള ഓരോരുത്തരും യാത്രക്കാരാണ്, യാത്രക്കാരെ പോലെയാണ്. ഇനി നമുക്ക് വേറെ രൂപത്തിലെടുക്കാം. ഈ ലോകത്തിലുള്ള എല്ലാ യാത്രക്കാരും അവരെങ്ങനെയാണ്? ജിത്നെ ബി മുസാഫിർ ഹേ യഹാ ഏക് ഹി സബ്കാ ഖബീല വഹി പൈക്കർ വഹി ഗിൽ എന്ന് വെച്ചാൽ ഏക് ഹി സബ്കാ ഖബീല, ഈ എല്ലാ ആളുകളും, ഈ ലോകത്തുള്ള എല്ലാവരും എന്താണ്? യാത്രക്കാരെ പോലെയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ജനിച്ചു മരിക്കണം. ഇതൊരു ജീവിത യാത്രയാണ്. ഈ യാത്രയുള്ള എല്ലാ ആളുകളും, ഈ എല്ലാ യാത്രക്കാരും ഏക് ഹി സബ്കാ ഖബീല ഹർ കിസി കാ ഖബീല, എല്ലാവരുടെയും ഗോത്രം എന്താണ്? ഏക് ഹെ. വഹി പൈക്കർ, അതേ ബോഡി ഷേപ്പാണ്, സ്ട്രക്ചറാണ്. വഹി ഗിൽ, ഒരേ മണ്ണിൽ നിന്നുമാണ് ഈ ലോകീയര് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഫിർ കിസ് പെ ശക്ക് കർത്തേ ഹോ, എന്തിനാണ് നീ മറ്റുള്ളവരെ കുറിച്ചുകൊണ്ട് സംശയിക്കുന്നത്? ഇനി അടുത്തത് ഹം തോ വോ ഥേ കെ മുഹബ്ബത് ഥാ വതീറ ജിൻകാ प्यार से मिलता तो दुश्मन के भी हो जाते थे. इस तवक्को पर कि शायद कोई मेहमान आ जाए घर के दरवाजे खुले छोड़ के सो जाते थे. എന്നിട്ട് ചോദിക്കുകയാണ്, ഹം തോ വോ ഥേ, ഞങ്ങൾ അവരായിരുന്നു. തേ, നമ്മൾ അവരായിരുന്നു. എന്ത്? കി മുഹബ്ബത്ത് വതീറ ജിൻക, നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ കസ്റ്റം, നമ്മുടെ രീതി എന്തായിരുന്നു? അതെന്തായിരുന്നു? മുഹബ്ബത്ത്, സ്നേഹത്തിലധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ടായിരുന്നു എന്ത്? हम तो वो थे कि मोहब्बत था वतीरा जिनका, हमारा पहचान वो मोहब्बत पर था, मोहब्बत ही हमारा पहचान था. प्यार से मिलता तो दुश्मन के भी हो जाते थे, अथवा ശത്രുവിനെ പോലും മിത്രമാക്കുവാനുള്ളതായിരുന്നു. പ്യാർ സെ മിൽത്താ തോ ദുശ്മൻ കെ ഭി ഹോ ജാത്തെ थे, ശത്രുവിനെ പോലും, നമ്മൾ ശത്രുത പുലർത്തുന്നവരെ പോലും നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി അതെന്ന് വെച്ചാൽ മിത്രമായി കാണുന്നവരായിരുന്നു. അവരെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തുന്നവരായിരുന്നു. ശത്രു പോലും മിത്രമാകുമായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് പ്യാർ സേ മിൽത്താ തോ, അഥവാ സ്നേഹത്തോടു കൂടി നമ്മോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദുഷ്മൻ കെ ബി ഹോ ജാത്തെ थे, ആ ശത്രുവിന് പോലും പുറത്തു കൊടുക്കുന്നവരായിരുന്നു. എന്ന് വെച്ചാൽ വലിയ വിട്ടുവീഴ്ച മനസ്കതയുള്ളവരായിരുന്നു. തെറ്റുകൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്തിരുന്നു? എല്ലാവർക്കും പുറത്തു കൊടുത്തിരുന്നു. അങ്ങനെയുള്ള അതായിരുന്നു നമ്മുടെ ഐഡന്റിഫിക്കേഷൻ, അതായിരുന്നു ജനങ്ങൾ നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നത്, അതായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി. ഈ തവഖ്ഖുക്ക് ഷായദ് കോയി മെഹ്മാൻ നാ ജായേ ഘർ കെ ദർവാസെ ഖുല്ലേ ഛോഡ് കെ സോ ജാത്തെ थे. നമ്മളെങ്ങനെയായിരുന്നു? ഘർ കെ ദർവാസെ ഖുല്ലേ ഛോഡ് കെ സോ ജാത്തെ थे. നമ്മള് വല്ല അതിഥികളും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ നമ്മളുടെ വീടിന്റെ ഈ തവഖ്ഖുക്ക് ഈ ഉമ്മീദ് സേ കെ ഷായദ് കോയി മെഹ്മാൻ നാ ജായേ, വല്ല അതിഥിയും വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ വീടിന്റെ വാതിലുകൾ വരെ തുറന്നിടുന്നവരായിരുന്നു. ഘർ കെ ദർവാസെ ഖുല്ലേ ഛോഡ് കെ സോ ജാത്തെ थे. അങ്ങനെയായിരുന്നു നമ്മൾ കിടന്നിരുന്നത്. എന്ന് ചോദിച്ചാല് നമ്മള് ഇവിടെ ഘർ കെ ദർവാസ എന്നാണ് വീടിന്റെ വാതിലുകള്, അതുപോലെ ദിൽ കെ ദർവാസെ ഹം കിസി കെ ലിയെ ഭി ഖുല്ലേ ഛോഡ് കെ സോ ജാത്തെ थे. നമ്മൾ ഒരാളെയും തെറ്റിദ്ധാരണയോ മറ്റോ ഇല്ലായിരുന്നു. പകരം എന്തായിരുന്നു? ആരെയും ഉൾക്കൊള്ളാവുന്ന രൂപത്തിലുള്ളതായിരുന്നു നമ്മുടെ മനസ്സ്. ഹം തോ ആയേ ഥേ കി ദേഖേംഗെ തുമാരെ ഖറിയെ, ഇദ്ദേഹം പറയാണ്, ഹം തോ ആയേ ഥേ കി ദേഖേംഗെ തുമാരെ ഖറിയെ, ഞങ്ങളിതാണ് വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹം തോ ആയേ ഥേ കി ദേഖേംഗെ തുമാരെ ഖറിയെ, നിങ്ങളുടെ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ നാട് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നവരായിരുന്നു നമ്മൾ. हम तो आए थे कि देखेंगे तुम्हारे क़रिए देखने के लिए हम आए थे.
वो ദറോബാം കി താരീഖ് കെ സൂറത്ത് ഗുർ ഹെ. എന്തൊക്കെ? ആ ചുമരും ടെറസും അതുപോലെ ഇങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഹം തോ ആയേ ഥേ, ആ ചരിത്രശേഷിപ്പുകൾ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നവരായിരുന്നു. വോ അരീനെ, വോ മസാജിദ്, വോ കലീസ, വോ മഹൽ, എല്ലാം ആ ക്ഷേത്രങ്ങളാവട്ടെ, പള്ളികളാവട്ടെ, അതുപോലെ മറ്റ് നമ്മുടെ ചർച്ചുകളാവട്ടെ, മഹലുകൾ, കൊട്ടാരങ്ങളാവട്ടെ, എല്ലാം ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ വന്നിരുന്നത്. ഓർ വോ ലോഗ് ജോ ഹർ നഖ്ഷ് സേ അഫ്സൽ തർ ഹെ, അവരെങ്ങനെയാണ്? വോ ലോഗ് ജോ ഹർ നഖ്ഷ് സേ അഫ്സൽ തർ ഹെ, എല്ലാ നിലക്കും ശ്രേഷ്ഠത കൽപ്പിക്കേണ്ട, എല്ലാ നിലക്കും വില കൽപ്പിക്കേണ്ട, എല്ലാ നിലക്കും ഉന്നതരായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ സൃഷ്ടികളെ, ശേഷിപ്പുകളെ കാണാൻ വേണ്ടിയിട്ട് വന്നവരായിരുന്നു നമ്മൾ. ഇനി മറ്റൊരിടത്തിൽ പറയാം നമുക്ക് എന്താണ്? ഓർ വോ ലോഗ് ജോ ഹർ നഖ്ഷ് സേ അഫ്സൽ തർ ഹെ, അവരുടെ മാനസികാവസ്ഥ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ ഉയർന്ന മനസ്സിനുടമയായിട്ടുള്ള ആളുകളെയും ഈ ചരിത്രശേഷിപ്പുകളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നതായിരുന്നു. അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയണം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. റോം കെ ബുദ്ധ് ഹോ കെ, ഇങ്ങനെയുള്ള ഈ ചരിത്രശേഷിപ്പുകളെയും മറ്റും ഒക്കെ ഇതൊക്കെ നിങ്ങളെന്താണ് സർഹദേം ബനാക്കർ, അതിർത്തി വെച്ചിട്ട് നിങ്ങളത് എന്ത് ചെയ്തു? ഇതൊക്കെ നിങ്ങൾ എന്താക്കാൻ അന്യമാക്കുകയാണോ ആളുകളിൽ നിന്നും എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. ഇനി അടുത്ത് പറയുന്നു റോം കെ ബുദ്ധ് ഹോ കെ പാരീസ് കി ഹോ മൊണാലിസ, കീറ്റ്സ് കി ഖബർ ഹോ യാ തുർബത്തെ ഫിർദൗസി ഹോ. റോം കി ബുദ്ധ് ഹോ, റോമയിലുള്ള എന്താണ് ദ റോമ എംപയർ. ആ റോമ എംപയർ എന്നുള്ള ആ ഒരു റോമൻ സാമ്രാജ്യം ലോകത്ത് അറിയപ്പെട്ട സാമ്രാജ്യമായിരുന്നു. ആ റോമൻ സാമ്രാജ്യത്തിലെ ആരാധിക്കപ്പെടുന്ന എന്താണ് പ്രതിഷ്ഠകളാവട്ടെ, കെ പാരീസ് കി ഹോ മൊണാലിസ, ലോകം കാണാൻ ആഗ്രഹിക്കുന്ന മൊണാലിസയാവട്ടെ, പാരീസിലുള്ള മൊണാലിസയാവട്ടെ, ലിയനാർഡോ ഡാവിൻസിയുടെ മൊണാലിസയാവട്ടെ, അതുപോലെ തന്നെ കീറ്റ്സ് കി ഖബർ ഹോ, ജോൺ കീറ്റ്സിന്റെ ശവകുടീരമാവട്ടെ, യാ തുർബത്തെ ഫിർദോസി ഹോ, ഷാഹ്നാമെ ഫിർദോസി എഴുതിയിട്ടുള്ള ഷാഹ്നാമെ ഫിർദോസി ലോകത്തിലെ അറിയപ്പെട്ട ഒരു ഖണ്ഡകാവ്യമാണ്. ഫാർസി പെർഷ്യൻ ഭാഷയിലാണ് അതുള്ളത്. അത് എഴുതിയിട്ടുള്ള ആളാണ് ഫിർദൗസി. അപ്പോൾ ഷാഹ്നാമ, ഫിർദൗസിയുടെ ഇങ്ങനെ ഇത് എഴുതിയിട്ടുള്ള ഫിർദൗസിയുടെ ഖബറിടമാവട്ടെ, കുർത്തുബ ഹോ കെ അജന്ത ഹോ കെ മോഹൻജാദാരോ, കുർത്തുബയാവട്ടെ, സ്പെയിനിലെ മസ്ജിദെ കുർത്തുബയാവട്ടെ, അതായിരുന്നു സ്പെയിനിലെ മുസ്ലിങ്ങൾ ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ള പള്ളി. കെ അജന്തയാവട്ടെ, അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും 100 കിലോമീറ്റർ അകലെയാണ്. ആ ഗുഹാക്ഷേത്രങ്ങളാവട്ടെ, അതുപോലെ തന്നെ അജന്ത ഒക്കെ മോഹൻജാദാരോ എന്നുള്ളത് ഇന്ത്യൻ സിവിലൈസേഷൻ്റെ നമ്മുടെ പഴയ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ മോഹൻജാദാരോയിലും ഹാരപ്പയിലൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ, സിന്ധു നദീതട തീര സംസ്കാരങ്ങളുടെ ഈ അവശേഷിപ്പുകളാവട്ടെ, ഇതൊക്കെ കാണാനായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്. और दीदे शौक न महरूम नजर बोसी हो. ഇനി ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം ചരിത്രശേഷിപ്പുകളെല്ലാം ഇതൊക്കെ നിങ്ങൾ അതിർത്തി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? മാറ്റിമറിക്കപ്പെടുകയാണോ? നിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുകയാണോ മറ്റുള്ളവരെ? എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദീദയെ ഷൗക്ക്, കാണുവാനുള്ള ആഗ്രഹം. ദീദ നസർ ദേഖന, देखने का जो शौक है न महरूम नजर बोसी हो, तुम उसको महरूम न कर दो. നിങ്ങൾ എന്ത് ചെയ്യല്ലേ? ഞങ്ങളിൽ നിന്നും നീ കാണാനുള്ള താല്പര്യം നിങ്ങൾ അന്യമാക്കല്ലേ, ഞങ്ങൾ നീ അന്യരായി നിർത്തല്ലേ. നിങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലൊക്കെ അതിർത്തികളും മറ്റും ഒക്കെ നിർണയിച്ചിട്ട്. ഇനി അടുത്ത് പറയുന്നത് കിസ്നെ ദുനിയാ കോ ബി ദൗലത്ത് കി തര ബാണ്ടാ ഹെ. ഇനി അടുത്ത അദ്ദേഹം പറയാണ് കിസ്നെ ദൗലത്ത് കോ ബി ദുനിയാ കി തര ബാണ്ടാ ഹെ. ആരാണ് ഈ രാജ്യത്തെ പോലും
ഈ ലോകത്തെ പോലെ കിസ്നെ ദുനിയാക്ക് ബി ദൗലത്ത് की तरह बांटा है. ആരാണ് ഈ ലോകത്തെ പോലും സമ്പത്തിനെ പോലെ പൈസയെ പോലെ വിഭജിച്ചിട്ടുള്ളത്? കിസ്നെ തഖ്സീം കിയേ ഹേ അസാസെ സാരെ. ആരാണ് കിസ്നെ അസാസ്, ഇവിടെയുള്ള ഹെറിറ്റേജ്, ഇതിനെ മുഴുവനും കിസ്നെ തഖ്സീം കിയാ ഹേ ഇസ് ഹെറിറ്റേജ് को? किसने दीवार तफावत उठाई लोगो? किसने दीवार तफावत ഡിഫറൻസസ്, ഇങ്ങനെയുള്ള ഓരോ വൈജാത്യങ്ങളുടെ പേരിൽ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഓരോ ശത്രുതയുടെ ഓരോ ദിവാറുകൾ, ചുമരുകളെ ആരാണ് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്? ആരാണ് ഇങ്ങനെയുള്ള മതിലുകൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്? ക്യോം സമുദ്ര കെ കിനാരെ പേ ഹേ പ്യാസെ സാരെ. എന്തിനാണ് ജനങ്ങൾ മുഴുവനും ഇന്ന് സമുദ്ര തീരത്ത് നിന്നുകൊണ്ട് ദാഹിക്കുന്നത്? എന്തിനാണ് സമുദ്ര തീരത്ത് നിന്നുകൊണ്ട് പോലും ദാഹിക്കുന്നത് ആളുകൾ? ഉദ്ദേശാർത്ഥം എന്താണ്? സമുദ്രം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വക്കത്ത് തന്നെ വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജനങ്ങൾ. ഇന്ന് എന്താണ് അതിൻ്റെ ആവശ്യം വന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ രൂപത്തിലേക്ക് മാറിയത്? ഒന്നുമില്ല. ഉത്തരം എന്ന് ചോദിച്ചാൽ ജനങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരും പരസ്പരം അന്യരായിക്കൊണ്ട് ഓരോരുത്തരെയും കാണാൻ തുടങ്ങിയത് കൂടി നമ്മളുടെ ചിലവുകൾ എല്ലാം കൂടാൻ തുടങ്ങി. ഹർ കോയി പരേഷാൻ होने लगे. लेकिन अगर हम लोग इस तरह की जो दीवारों को अगर मिटा दें, दीवारों को अगर मिटाने के लिए तैयार हो जाए, आपस में मुत्तहिद होने के लिए तैयार हो जाए, ഐക്യപ്പെടാൻ തീരുമാനിച്ചാൽ, എല്ലാവരും ഒരു യൂണിവേഴ്സൽ സിറ്റിസൺ എന്നുള്ള രൂപത്തിലേക്ക്, ഒരു വിശ്വമാനവികൻ എന്നുള്ള രൂപത്തിലേക്ക്, ഒരു വിശ്വപൗരൻ എന്നുള്ള രൂപത്തിലേക്ക് മാറുവാൻ തയ്യാറായാൽ, എല്ലാവരെയും മുസാവാത്ത്, ഇക്വാലിറ്റി ആയി കാണാൻ ആഗ്രഹിച്ചാൽ, എല്ലാവരും ആദമിൻ്റെയും ഹവ്വാബീവിയുടെയും മക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, എല്ലാവരും മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് തീരുമാനിച്ചാൽ, എല്ലാവരും ബഹൻ ഓർ ഭായി ഹെ എന്ന കാഴ്ചപ്പാടിലേക്ക് മാറാൻ തീരുമാനിച്ചാൽ, എല്ലാവരും സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ, എല്ലാവരും മറ്റുള്ളവരോട് വിനയപുരസ്സം പെരുമാറാൻ പഠിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കുവാനും സ്നേഹിക്കുവാനും കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കും. ഈ ലോകത്തുള്ള എല്ലാം സൗഭാഗ്യങ്ങളായി മാറും. പകരം ഇന്നെന്താണുള്ളത്? എല്ലാവരും ശത്രുത പുലർത്തുന്നത് കൊണ്ട് ഓരോരുത്തരും ശത്രുവിനെ പേടിച്ച് അധികം ടെൻഷൻ അടിക്കുവാനും കൂടുതൽ ചെലവാക്കുവാനും, നമ്മുടെ സമ്പത്ത് മുഴുവൻ ചെലവാക്കുവാനും അതിനു വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ഇന്ന് ഓരോ രാജ്യവും അതിൻ്റെ മൊത്തം സാമ്പത്തിക സ്രോതസ്സിൻ്റെ 15 മുതൽ 20% വരെയൊക്കെയാണ് വെറും ഡിഫൻസിന് വേണ്ടി മാത്രം, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവാക്കുന്നത്. അതിൽ നിന്നും നല്ലൊരു ശതമാനം നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ രാജ്യങ്ങളും തമ്മിൽ സൗഹൃദത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഡിഫൻസിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നതിൻ്റെ 10% പോലും ചെലവാക്കേണ്ടി വരില്ല. വെറുതെ ഇങ്ങനെയുള്ള ഈ ഒരു പണം മുഴുവനും നമ്മൾ ശത്രുവിനെ പേടിച്ചിട്ട് ചെലവാക്കുന്ന ഈ സംഭവം, പ്രതിരോധത്തിന് വേണ്ടി ചെലവാക്കുന്ന ഈ പണം, ഇത് അഥവാ നമ്മൾ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യും, പ്രശ്നങ്ങളില്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വെറുതെ നമ്മളുടെ എല്ലാ റിസോഴ്സിനെയും ഈ രൂപത്തിലേക്ക് ചെലവഴിക്കുകയാണ്. പകരം നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മുടെ മനസ്സുകളെ വിശാലമാക്കുകയും ഓരോരുത്തരുടെയും മനസ്സിനെ വിശാലമാക്കുകയും അങ്ങനെ മനുഷ്യൻ വിശ്വപൗരൻ എന്നുള്ള രൂപത്തിലേക്ക് രൂപപ്പെടുകയും വേണം എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഒരു നസ്മിലൂടെ അവതരിപ്പിക്കുന്നത്.